Adobe Photoshop ടൂൾസിലെ ഫോർത്ത് ടോപ്പിക് ലാസോ ടൂൾ. മാർക്യൂ ടൂളിന് ശേഷം വരുന്ന നെക്സ്റ്റ് സെലക്ഷൻ ടൂളാണ് ലാസോ ടൂൾ. മാർക്യൂ ടൂൾ ഒരു പർട്ടിക്കുലർ ഷേപ്പിൽ സെലക്ട് ചെയ്യാനാണ് യൂസ് ചെയ്തിരുന്നെങ്കിൽ ലാസോ ടൂൾ വെച്ചിട്ട് നമുക്ക് ഫ്രീ ഹാൻഡ് ആയിട്ട്, അതായത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വരച്ച് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാണ് ലാസോ ടൂളിന്റെ ഷോർട്ട് കീ. അപ്പോൾ നമ്മൾ ലാസോ ടൂൾ എടുത്ത് ഇയാളുടെ തലയുടെ ചുറ്റും നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതിങ്ങനെ ഒരു വര വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആ വരച്ച ഷേപ്പിലായിരിക്കും സെലക്ഷൻ വരിക. ആ ഒരു കാര്യം മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കി അഡീഷൻ ടു സെലക്ഷനും സബ്ട്രാക്ഷൻ ഫ്രം സെലക്ഷനും ഇന്റർസെക്ഷനും ഒക്കെ ഇതിൽ സെയിം ആയിട്ടായിരിക്കും വരിക. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോൾ ഇതിലെ കണ്ണ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ആ കണ്ണിൻ്റെ ചുറ്റും നമുക്ക് ഫ്രീ ഹാൻഡ് ആയിട്ട് കണ്ണിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കാം. സബ്ട്രാക്ട് ഫ്രം സെലക്ഷൻ ആണ് ഇപ്പോൾ കിടക്കുന്നത്. എന്നിട്ട് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞപ്പോൾ ആ കണ്ണിൻ്റെ പോർഷൻ മാത്രം അവിടെ നിന്നു, ബാക്കിയുള്ളത് ഡിലീറ്റ് ആയിപ്പോയി. നോർമൽ ലാസോ ടൂൾ യൂസ് ചെയ്യുന്നത് ഫ്രീ ഹാൻഡ് ആയിട്ടുള്ള ഷേപ്പുകൾ വരയ്ക്കാനായിട്ടാണെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് വേരിയേഷനായ പോളിഗണൽ ലാസോ ടൂൾ യൂസ് ചെയ്യുന്നത് ലൈൻസ് യൂസ് ചെയ്തിട്ടുള്ള ഷേപ്പുകൾ വരയ്ക്കാനായിട്ടാണ്. അതായത് നമ്മൾ ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് പോയിന്റിൽ പോയി ക്ലിക്ക് ചെയ്യുമ്പോൾ ആ പോയിന്റിൽ നിന്ന് മറ്റേ പോയിന്റിലേക്ക് ഒരു ലൈനായിട്ട് വരും. അങ്ങനെ നമുക്ക് ലൈൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് സെലക്ട് ചെയ്ത് പോകാം. ഇപ്പം ഇത്രയും പോർഷൻ, ഇയാളുടെ കൈയിൻ്റെ ഈ പോർഷൻ സെലക്ട് ആയി. അത് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞപ്പോൾ കണ്ടോ, ഇതിൻ്റെ ഓരോ എഡ്ജും വന്നേക്കുന്നത് ലൈൻസ് ആയിട്ടാണ് വന്നേക്കുന്നത്. റെക്ടാങ്കുലർ മാർക്യൂ ടൂളിനോട് സിമിലർ ആണ്, പക്ഷെ 4 പകരം നമുക്ക് ആവശ്യമുള്ള അത്രയും സൈഡ്സ് നമുക്കിതിൽ കൊടുക്കാനായിട്ട് സാധിക്കും. ലാസോ സെറ്റിലെ നെക്സ്റ്റ് ടൂൾ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ലാസോ ടൂളാണ്. ശരിക്കും നമ്മുടെ പണി എളുപ്പമാക്കാൻ സഹായിക്കുന്ന ഒരു ടൂളാണ് ഈ മാഗ്നറ്റിക് ലാസോ ടൂൾ. ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലെയറിലുള്ള കണ്ടന്റിന്റെ വക്ക് നോക്കി സെലക്ട് ചെയ്യാനായിട്ട് ഈ ടൂളിന് സാധിക്കും. നമുക്കിതിൽ ഇയാളുടെ ബോഡി സെലക്ട് ചെയ്യണമെന്ന് വെക്കുക. ഒന്നെങ്കിൽ നമുക്ക് ഫ്രീ ഹാൻഡ് ആയിട്ട് ലാസോ ടൂൾ വെച്ച് ചെയ്യാം, അതല്ലെങ്കിൽ പോളിഗൺ ലാസോ ടൂൾ വെച്ചിട്ട് ചെറിയ ചെറിയ ലൈൻസ് ആയിട്ട് കംപ്ലീറ്റ് ബോഡി കവർ ചെയ്യാം. പക്ഷേ ഇത് രണ്ടും യൂസ് ചെയ്ത് നമുക്ക് പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല. അവിടെയാണ് മാഗ്നറ്റിക് ലാസോ ടൂളിന്റെ ഉപയോഗം വരുന്നത്. മാഗ്നറ്റിക് ലാസോ ടൂൾ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഫോട്ടോഷോപ്പ് അതിൻ്റെ ഉള്ളിലുള്ള അൽഗോരിതം യൂസ് ചെയ്തിട്ട് ഒരു എലമെന്റിന്റെ എഡ്ജസ് കണ്ടുപിടിച്ചിട്ട് ഓട്ടോമാറ്റിക്കലി ആയിട്ട് ആ എഡ്ജസ് സെലക്ട് ചെയ്ത് പോകും. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ കൈ തെറ്റിപ്പോവുകയോ നീങ്ങിപ്പോവുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ആവശ്യമില്ലാത്ത സ്ഥലവും സെലക്റ്റഡ് ആകും. അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ആങ്കർ പോയിന്റ് യൂസ് ചെയ്യുന്നത്. ഓരോ എഡ്ജിന്റെയും കുറച്ച് പോർഷൻ എത്തിക്കഴിയുമ്പോൾ അത് അവിടെ ഒരു ആങ്കർ പോയിന്റ് ക്രിയേറ്റ് ചെയ്യും. അതായത് ആങ്കർ പോയിന്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടം വരെ സെലക്ഷൻ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞു. അതിന് താഴത്തേക്കുള്ള ലൈൻ ഇടയ്ക്ക് മാറിപ്പോകില്ല. നമ്മുടെ സെലക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് തിരിച്ചു വരിക. മൗസ് അവിടെ എത്തുമ്പോൾ മൗസിന്റെ അടിയിൽ ചെറിയൊരു സർക്കിൾ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ സെലക്ഷൻ കംപ്ലീറ്റ് ആവുക. നമുക്കൊന്നുകൂടെ ഇയാളുടെ ഹെഡ് വെച്ചിട്ട് ട്രൈ ചെയ്യാം. ഇതിന്റെ സെലക്ഷൻ വരുന്നത് 100% ആക്യുറേറ്റ് ആയിട്ട് എഡ്ജ് ഐഡന്റിഫൈ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഇല്ല. പക്ഷേ ഓൾമോസ്റ്റ് ഓക്കെ എന്നുള്ള രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. എന്നിട്ട് ബാക്കി എന്തെങ്കിലും പോർഷൻ മിസ്സായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഓർഡിനറി ലാസോ ടൂളോ അല്ലെങ്കിൽ പോളിഗൺ ടൂളോ യൂസ് ചെയ്തിട്ട് ആഡ് ടു സെലക്ഷൻ മോഡിൽ എക്സ്ട്രാ ആയിട്ട് വരച്ച് ആ പോർഷനെ കംപ്ലീറ്റ് സെലക്ഷൻ ആക്കിയാൽ മതിയാകും. കണ്ടോ, ഇതിലിപ്പോൾ നമുക്ക് എത്ര എളുപ്പത്തിൽ അയാളുടെ തല സെലക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റി. ഇതാണ് മാഗ്നറ്റിക് ലാസോ ടൂൾ ഉപയോഗിക്കുന്നതിൻ്റെ ഗുണം. ഇൻ കേസ് നമ്മൾ ലാസോ ടൂളിൽ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിലേക്ക് തിരിച്ചെത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റും തമ്മിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് ഫോട്ടോഷോപ്പ് ഇതിനെ ഒരു കംപ്ലീറ്റ് സെലക്ഷൻ ആക്കും. ഇതാണ് നമ്മുടെ 3 ലാസോ ടൂൾസ്.